ശ്രീരാമന്റെ പാദമുദ്രകൾ ശിരസിലേറ്റാൻ കഴിയാത്തവർ പോലും അദ്ദേഹം നടന്ന പാതയിലൂടെ നടന്നു. ജയാപജയങ്ങൾ തീരുമാനിക്കാൻ അവർ തയ്യാറായി. യേശുവിന്റെ ഗിരിപ്രഭാഷണം കേൾക്കാൻ സാധിക്കാത്തവർ കാരാഗൃഹങ്ങൾക്ക് പിന്നിൽ നിന്ന് ഉയർന്നുവരുന്ന അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ ദൈവകൽപ്പനയായി സ്വീകരിച്ച് മുന്നോട്ടുപോയി. സ്വാതന്ത്ര്യത്തിന്റെ അഗ്നിയിൽ ഹോമിക്കപ്പെടാൻ അവർ സ്വമേധയാ മുന്നോട്ടുവന്നു. മുഹമ്മദ് നബിയുടെ സൗമ്യരൂപം കാണാൻ കഴിയാത്തവർ അദ്ദേഹത്തിൽ തങ്ങളുടെ പ്രതിരൂപം ദർശിച്ചു. ഭഗവദ്ഗീതയും ബൈബിളും ഖുർആനും പഠിപ്പിക്കുന്ന ജീവിതദർശനം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചു. അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. സമാധാനത്തിന്റെ പാതയിലൂടെ ഭൂമിയിലേക്ക് വന്ന അദ്ദേഹം ബ്രിട്ടീഷ് അടിമത്തത്തിന്റെ ചങ്ങലകളിൽ മയങ്ങിക്കിടന്ന ഭാരതജനതയെ ഉണർത്തി. ശാന്തിയുടെയും അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ശക്തികളെ അതിരുകൾക്കപ്പുറത്തേക്ക് തുരത്തിയോടിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഗാന്ധി ജീവിച്ചിരിക്കുന്നു, ഗാന്ധിയൻ പാത നിലനിൽക്കുന്നു എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ഭാരതത്തിൽ ഇത്രയെങ്കിലും സമാധാനം അവശേഷിക്കുന്നത്. വീണ്ടും സ്വാതന്ത്ര്യദിനം എത്തിയിരിക്കുന്നു. ത്രിവർണ്ണ പതാകയുടെ ഉയർന്നു പറക്കലും ദേശഭക്തിഗീതങ്ങളും. അതൊരു ആഘോഷമാണ്. ആ കാലഘട്ടത്തിലെ സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഇക്കാലത്തെ തലമുറയും ആ അന്തരീക്ഷത്തിൽ ആവേശഭരിതരാകുന്ന ദിവസമാണിത്. സ്വാതന്ത്ര്യസമരത്തിന്റെ മധുരവും കയ്പുമുള്ള ഓർമ്മകൾ പങ്കുവച്ച അനുഭവസമ്പന്നരായ ആളുകൾ നാൾക്കുനാൾ കുറഞ്ഞുവരികയാണ്. സ്വാതന്ത്ര്യസമരത്തിന്റെ മധുരസ്മരണകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരേയൊരു വ്യക്തി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. രാഷ്ട്രപിതാവായും മഹാത്മാവായും സ്ഥിരമായ അംഗീകാരം നേടിയ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15-നാണ്. 1948 ജനുവരി 30-ന് മഹാത്മാവ് വെടിയുണ്ടകളാൽ ഇല്ലാതായി. ഭാരതത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം ലഭിച്ച് 5.5 മാസങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി ഇല്ലാതായത്. സ്വാതന്ത്ര്യത്തിന്റെ ഫലം ആസ്വദിക്കാതെയാണ് മഹാത്മാവ് ലോകം വിട്ടുപോയത്. ഇത്രയും കാലം മഹാത്മാവ് നമ്മളിൽ നിന്ന് അകലെയാണെങ്കിലും അദ്ദേഹം എന്നും നമ്മളോടൊപ്പം ലയിച്ചിരിക്കുന്നു, ജ്വലിക്കുന്ന ഒരു വെളിച്ചമായി നമ്മളിൽ നിരന്തരം പ്രചോദനം പകർന്ന്. ഒരു വീരനായകന്റെ പോലെ അദ്ദേഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദർശനങ്ങളും അദ്ദേഹം കാണിച്ചുതന്ന പാതയും നൽകിയ സന്ദേശവും ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വതന്ത്ര ഭാരതത്തിൽ പോലും ഓരോ ചുവടിലും അദ്ദേഹത്തിന്റെ പാദമുദ്രകൾ നമ്മുടെ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഭൗതികമായി അകലെയാണെങ്കിലും മാനസികമായി നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ എന്റെ ആശയങ്ങളും ആദർശങ്ങളും പാലിക്കുന്നതിൽ നിങ്ങളെല്ലാം എന്നിൽ നിന്ന് അകന്നുപോവുകയാണെന്ന് മഹാത്മാവിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗാന്ധി കാണിച്ചുതന്ന പാതയും നൽകിയ സന്ദേശവും ഭാരതത്തിന് മാത്രമല്ല ലോകം മുഴുവനും വഴികാട്ടുന്നു. ലോകത്ത് ഇത്രയെങ്കിലും സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഗാന്ധിയൻ തത്വങ്ങൾ ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ലോകവേദിയിൽ മഹാത്മാവ് ഒരു പുതിയ സംരക്ഷകനായി പ്രത്യക്ഷപ്പെട്ടത്. ഗാന്ധിയൻ പാത ഭൂമിയുള്ള കാലത്തോളം അനുസരിക്കപ്പെടും. അടിമത്തത്തിലായിരുന്ന ഭാരതത്തെ സ്വതന്ത്ര ഭാരതത്തിന്റെ പാതയിലേക്ക് നയിച്ച ഗാന്ധിജി മുഴുവൻ ജനതയ്ക്കും എന്നും പ്രചോദനമാണ്. നിസ്സഹകരണം, സത്യാഗ്രഹം, അഹിംസ എന്നീ ആയുധങ്ങളിലൂടെ 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാത്മാവാണ് നമ്മുടെ മഹാത്മാവ്. പതിറ്റാണ്ടുകളായി സ്വതന്ത്ര ഭാരതത്തിലെ ഓരോ പ്രധാനമന്ത്രിയും പറയുന്ന ആദ്യവാക്ക് മതസഹിഷ്ണുതയാണ്. ചെങ്കോട്ടയിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയ പണ്ഡിറ്റ് നെഹ്റു മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എല്ലാവരും ഈ വാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞവരാണ്. ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം, അതാണ് നമ്മുടെ ഭാരതമെന്ന് പറയുന്നതിനിടയിലും ഓരോ മതവിദ്വേഷങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു വശത്ത് കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ മറുവശത്ത് മതപരിവർത്തനം എന്നും പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജാതി, വർഗം, പ്രദേശം, മതം എന്നിവയില്ലാത്ത ഒരു സമൂഹം എന്ന ഗാന്ധിയുടെ സ്വപ്നം ഒരു മുദ്രാവാക്യമായി മാത്രം അവശേഷിച്ചതല്ലാതെ യാഥാർത്ഥ്യമായില്ല. ആധുനിക ഭാരതത്തിൽ ഗാന്ധി നൽകിയ മറ്റൊരു ശക്തമായ മുദ്രാവാക്യം അഹിംസയാണ്. ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാവുകളിൽ നൃത്തം ചെയ്യുന്നു. ഇത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ രാജ്യം മുഴുവൻ ഏറ്റവും സമാധാനപരമായിരിക്കുമായിരുന്നു. ഓ മഹാത്മാവേ, പട്ടിണിയും ലാത്തിചാർജും സത്യാഗ്രഹങ്ങളും ജയിൽ ശിക്ഷകളും ജീവൻ പണയം വെച്ചും താങ്കൾ കൊണ്ടുവന്ന സ്വാതന്ത്ര്യം നിസ്സംശയമായും ഞങ്ങളുടേതാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വായു താങ്കൾക്ക് കൂടുതൽ കാലം ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ അത് ആസ്വദിക്കുന്നു. താങ്കൾ നൽകിയ സ്വാതന്ത്ര്യമനുഭവിച്ച് ഭാരതമാതാവിന്റെ കീർത്തി ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ വായുവും ഞങ്ങളുടെ മണ്ണും ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി ഒരു കൊടുമുടി പോലെ ഞങ്ങൾ നിൽക്കുന്നു. താങ്കൾ നൽകിയ ധൈര്യവും പ്രചോദനവും കൊണ്ട് ആകാശത്തെയും വെള്ളത്തെയും ഞങ്ങൾ കീഴടക്കുന്നു. ഓ മഹാത്മാവേ, ഓ മഹർഷി, താങ്കൾക്കിതാ ഞങ്ങളുടെ വന്ദനം.